കരമലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഏവരും ഉയർത്തിയ ഒരു ചോദ്യം തന്നെയാണ്, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമ്പോൾ പെട്രോളിയം മേഖലയ്ക്ക് എന്ത് തരത്തിലുള്ള മാറ്റമായിരിക്കും ഉണ്ടാക്കുക? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനായി അതിലൂടെ സാധിക്കുമോ? കൃത്യമായ ഇടപെടൽ നടത്തിയാൽ കേരളത്തിൽ ഡീസൽ പെട്രോൾ വില കുറയാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമോ? ഇതിനൊക്കെയുള്ള മറുപടിയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിലെ സുരേഷ് ഗോപിയുടെ സന്ദർശനം അത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നു. എന്തുകൊണ്ട് അവിടെ അദ്ദേഹം എത്തി സന്ദർശനം നടത്തി കാര്യങ്ങൾ വിലയിരുത്തി എന്നുള്ളതിനുള്ള കൃത്യമായ മറുപടി കിട്ടി. ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കുന്നു. ആദ്യഘട്ടം വളരെ ഭംഗിയായി തന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസമുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പോർട്ടായി വിഴിഞ്ഞം പോർട്ട്, സീപോർട്ട് ഇനി അറിയപ്പെടുമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം പോർട്ട് കണ്ടതിന് ശേഷം, സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഒരു ടൂറിസം മിനിസ്റ്റർ എന്ന നിലയിലും പെട്രോളിയം മിനിസ്റ്റർ എന്ന നിലയിലും അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത്. ഇതിലെ സാധ്യതകളൊക്കെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള ശ്രമം അദ്ദേഹം നടത്തും. പെട്രോളിയം മേഖലയ്ക്ക് ശക്തി പകരാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനവും. അവിടെ പെട്രോളിയം സാധ്യത പ്രത്യേകിച്ചും കൊല്ലത്തും തിരുവനന്തപുരത്തും അടക്കം പെട്രോളിയം ഖനനം നടത്താനായി സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുതൽക്കൂട്ടായി, പ്രത്യേകിച്ചും രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. റെയിൽവേ മന്ത്രിയുമായും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അവരെ ഇവിടെ എത്തിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനൊരു പോംവഴി ഉണ്ടാക്കും. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഫണ്ടിങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ ഇനി കുത്തഴിഞ്ഞ രീതിയിലായിരിക്കില്ല, വളരെ സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇനി മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന നിരന്തര അപകടങ്ങൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു ജീവൻ നഷ്ടമാകുന്ന വാർത്തയാണ് നാം ഏവരും കണ്ടത്. തൃശൂർ പൂര വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നവർക്ക് തന്റെ വിജയത്തിന്റെ മഹത്വം കാണാൻ കഴിയുന്നില്ല എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ വിധിയെ മാനിക്കുന്നില്ല, അതാണ് വക്ര വിശദീകരണങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ജനം തീരുമാനിക്കുന്നതാണ് എല്ലാം, ജനത്തിന്റെ തീരുമാനം അപമാനിക്കരുത് എന്നുകൂടി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.